അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാതെ നമ്മളൊരു കല്യാണത്തിൻ്റെ ഒരു 8 ദിവസം മുമ്പാണ് ഞാൻ കല്യാണം വേണ്ടെന്ന് വയ്ക്കുന്നത്. ഇത് ആൾ വരുന്ന എപ്പോഴും എന്നോട് പറയായിരുന്നു. മറ്റുള്ള ആൾക്കാർ എനിക്ക് പല സാധനങ്ങളും അയച്ചു തരുകയും ചെയ്യും. അയച്ചു ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഞാനിത് അയച്ചു തന്നെ. നിങ്ങളെ എനിക്കിഷ്ടമുണ്ട്, എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ പറയും. പിന്നെയും എന്നോട് പറയാം ഞാൻ രണ്ടത് വോയിസ് അയച്ചു തരാം, ഒന്ന് കേൾക്കാൻ പറയണം. അപ്പോൾ ആ വോയിസ് കേൾക്കുമ്പോൾ പറയണതെന്ന് അറിയുമോ, അതായത് നിങ്ങളത് പേടിക്കേണ്ട, എനിക്കൊരു പേരിനൊരു ഭർത്താവ് അവിടെ മതി. അതായത് ഞാൻ അവിടേക്ക് സ്ഥിരമായിട്ട് ചെല്ലില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്കറിയാം. ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു ഡൈവോഴ്സ് ആഗ്രഹിക്കില്ല. ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു അപ്പൻ അമ്മേനെയൊക്കെ നല്ല വലുതാണ്, ആങ്ങളമാർ വലുതാണ്, അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. പക്ഷെ ഭാര്യ ഭർത്താവുകൾക്ക് വീണ്ടും കിട്ടും അല്ലേ, വീണ്ടും കിട്ടും. അത് പോയാലും വീണ്ടും കിട്ടും എന്നല്ല എല്ലാവരും പറയണേ. പക്ഷെ റിയലായിട്ടുള്ള കാര്യം പറയാം, നമുക്ക് ലാസ്റ്റ് ഉണ്ടാവുന്ന ആൾക്കാർ ആ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ ആങ്ങളെ ഉണ്ടാവില്ല, പെങ്ങളും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ലൈഫിൽ നമ്മൾ ഒരുമിച്ച് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ ബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു കുഴിയിലടങ്ങണം. അത് അന്തിമ വരെ കൊണ്ടുനടക്കാൻ നോക്കുക എന്നുള്ളതാണ്.